അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഒരു സ്വപ്ന ദുർവ്യാഖ്യാനമാണ് കാണിക്കുവാനുള്ളത്. കുറച്ച് പഴയൊരു വീഡിയോ ആണ്. അത് അത്ര സുഖമില്ലാത്തത് കാരണം കൊണ്ട് നമ്മൾ ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ആ ഒരു കാര്യം നിരീശ്വരവാദികളുടെയും പ്രത്യേകിച്ച് സംഘ് പരിവാർ ഐഡികളിലൊക്കെ അത് വല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റു പലരിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു സ്വപ്നവ്യാഖ്യാനമാണ്. ആ സ്വപ്നവ്യാഖ്യാനം കഴിഞ്ഞിട്ട് ഇവര് വ്യാഖ്യാനിച്ചു കൂട്ടുന്ന മറ്റു ചില ഭാഗങ്ങൾ കൂടി കാണിക്കാനുണ്ട്. ആദ്യം നമുക്ക് സ്വപ്നവ്യാഖ്യാനം ഒന്ന് കാണാം. മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സ്വപ്നമാണ്. ഏതൊരു വ്യക്തിയുമായിട്ടാണോ ഇത്തരത്തിൽ കാണുന്നത് ആ വ്യക്തിയുമായി സുദൃഢമായ വിശ്വസ്തതയുള്ള മനോഹരമായ ഒരു സൗഹൃദം ഉണ്ടാകും എന്നാണ് മഹത്തുക്കൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ആ സൗഹൃദം വളരെ ആഴത്തിലും വിശ്വസ്തതയിലുമായിരിക്കും എന്നും മഹത്തുക്കൾ പറയുന്നു. തനിക്ക് അറിയാത്ത ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതായി ഒരു പുരുഷൻ സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സ്വപ്നമാണ്. അയാൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് അതിന്റെ അർത്ഥം. വിവാഹിതയാകാത്ത ഒരു പെണ്ണ് അന്യ പുരുഷനെ ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ, വിജയമില്ലാത്ത ഒരു പുരുഷനായിട്ടാണ് ബന്ധപ്പെടുന്നതെന്ന് സ്വപ്നം കാണുന്നതെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനത്തിനും വളരെ വേഗം തന്നെ അവൾ വിവാഹിതയാകുവാനും സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ്. വിവാഹം കഴിച്ച പെണ്ണ് അവൾക്കറിയാത്ത ഒരു പുരുഷനെ ശാരീരികമായി ബന്ധപ്പെടുന്നതായി സ്വപ്നം അവൾക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. വിവാഹം കഴിക്കാത്ത വിവാഹപ്രായമെത്തിയ സഹോദരിയെ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ആ സഹോദരിയുമായി ഏർപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവളുടെ വിവാഹം വളരെ വേഗം തന്നെ വളരെ സന്തോഷത്തോടുകൂടി നടക്കുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം മഹത്തുക്കൾ പറയുന്ന വ്യാഖ്യാനങ്ങളാണ് ഇപ്പോ ഇയാൾ ഇവിടെ പറയുന്നത്. അതോ ബന്ധപ്പെടലും വ്യഭിചാരവും തീറ്റയും അതും മാത്രമേ ഉള്ളൂ മനസ്സില്. പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കലും പറ്റിച്ചുണ്ടാക്കലും. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സ്വപ്ന വ്യാഖ്യാനം, ഇത് സ്വപ്നമാണ് പറയുന്നത്, ഇത് ദിവാസ്വപ്നമാണോ അതോ ഉറക്കൽ കാണുന്ന സ്വപ്നമാണോ എന്നുള്ളത് അയാൾ പറഞ്ഞിട്ടില്ല. മൂപ്പരുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് അത് ദിവാസ്വപ്നമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി കുറച്ച് വ്യാഖ്യാനങ്ങൾ, വേറെ വ്യാഖ്യാനങ്ങളുടെ ഒന്ന് കണ്ടുവരാം. നമുക്ക് പ്രത്യേക തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ലേ ഉണ്ടായാല്, സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു വാഴ നൂറക്കണക്കിന് കുലകൾ, ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയിൽ കടിക്കുമുണ്ടാവും തേൻ ഇങ്ങനെ ഇട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം? എന്തായിരിക്കും അപ്പൊ സ്വർഗം? ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇവര് എന്തിനു വേണ്ടിയിട്ട്? ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് ഇരട്ടിച്ചിട്ടും അങ്ങോട്ട് പറഞ്ഞ് പാറ ചേറാക്കാന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി വേറൊരാള് പറയുന്നത് ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്, ഒന്ന് കണ്ടോക്കി. ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരടത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അല്ലാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ ചിന്ത മാത്രമേ ഉള്ളൂ, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അല്ലാഹു തരും. അല്ലാഹു നമ്മളെ ഇത് ഇപ്പൊ വീണ്ടും കാണിച്ചത് പഠിക്കുവാനുള്ള കാര്യങ്ങൾ അതിനൊരു മാന്യമായ രൂപത്തിൽ പഠിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇത് മറ്റു പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് വിവരിക്കുകയാണ്, വിശദീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്
ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇനിയും ഇവരെ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വിശദീകരണങ്ങളും ഒക്കെ ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മറക്കാതിരിക്കുക. അതിനുകൂടി വേണ്ടിയാണ് നേരത്തെ നമ്മൾ ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞല്ലോ, അത് ഒഴിവാക്കി വെച്ച ഒരു വീഡിയോ ആയിരുന്നു. വീണ്ടും എടുക്കുവാൻ കാര്യം ഒരു സുഹൃത്ത് ഉമർ സാഹിബ്, അദ്ദേഹം വീണ്ടും ആ വീഡിയോ അദ്ദേഹത്തിന് പല ആളുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഇതുപോലെയുള്ള ചില ഐഡികളില് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. ആ ഒരു സ്വപ്ന വ്യാഖ്യാനം അത് പച്ചപ്പൊള്ളാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമല്ല. അങ്ങനെ ഒരു പിഴച്ച സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ഉളു ചെയ്തുകൊണ്ട് 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കല്ലേ വേണ്ടത്, പിഴച്ച സ്വപ്നം കണ്ടീന് അല്ലേ? അപ്പോ ഇതുപോലെയുള്ള പിഴച്ച ആളുകൾ പിഴച്ച വ്യാഖ്യാനങ്ങളുമായിട്ട് നമുക്കിടയിലൂടെ നമ്മെ നാറ്റിക്കാൻ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ സ്വപ്ന വ്യാഖ്യാനവുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവും ഇല്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു വ്യാഖ്യാനവും ഇല്ല. ഇബ്നാര ഇബ്നു സീനയോ. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇതുപോലെയുള്ള പിഴച്ച കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നിലൂടെ വരാൻ കിടക്കുന്നുണ്ട്. കാണുന്ന മുറയ്ക്ക് സത്യാവസ്ഥ മനസ്സിലായി എങ്കിൽ അത് തുറന്നു കാണിക്കുക. അതുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്.